എന്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നോ 100% എന്റെ എക്സ്പെക്ടേഷൻ നീതി പുലർത്തി. കാരണം കാട്ടാവരാതെ എക്സ്പെക്ട് ചെയ്തൊന്ന് കാട്ടാവരാത്തിന്റെ മേലെ നിൽക്കുന്ന മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ സന്തോഷവാനായിട്ട് തിരിച്ചു പോകും കേരളത്തിൽ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അരേ കിട്ടിക്കാനാണ് കോടികൾ മുടക്കി നിങ്ങൾ ഈ സിനിമ എടുത്തത്. കാശിന്റെ കഴപ്പാ. എത്ര പൈസ ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹന സ്ത്രീ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു, യാഷ് വരുന്നു, വീണ്ടും വെടിവെക്കുന്നു. ഈ 2K കേസിൽ കളിയാക്കാനുള്ളത് എന്താ അറിയണം? ഒരു ഊക്ക മാത്രം അറിയാം. ബഹുമാനപ്പെട്ട ഗീതു മോഹൻദാസ് ഇതിനു വേണ്ടി തോക്കവിടിരിക്കുന്നു, ഇതിനു വേണ്ടി ബോംബ് ഇതവിടിരിക്കുന്നു. ഒരു സിനിമ തുടങ്ങി തുടക്കം മുതലേ ബോംബേറ്. കാശിന്റെ കഴപ്പാ. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? ഒരു അച്ഛന്റെ മനസ്സിലെ കഥകൾ നീറെ പറയുന്ന ഒരു അച്ഛൻ. അതാണ് യാഷി സിനിമയിൽ കാണാൻ. അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല വരാനുള്ള സുനാമിയാ. അടുത്ത ഓസ്കാർ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കും. പുതിയൊരു അവാർഡ് എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കും യാഷിന്. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ അത് സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്നുള്ള ഇടത്തിൽ പെടുത്താൻ സൈക്കോളജിക്കൽ ആണെന്ന് നമുക്ക് അവസാനമാണ് നമുക്ക് മനസ്സിലാകും. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഭയങ്കര സന്തോഷം. എന്റെ ഓണം തന്നെ വലിയ വലിയ പടക്കങ്ങളിലൂടെയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.